ഹായ് സുഹൃത്തുക്കളെ, അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ കുറ്റിക്കുരുമുളക് ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ എപ്പോഴും നല്ല രീതിയിൽ കായ്ക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ് ഇതിലും പോകുന്നത്. അധികം കായ പിടിക്കുന്നില്ലായിരുന്നു, ഇപ്പോൾ ഇതിലും പുതിയതായിട്ട് കായ്കൾ വരാൻ തുടങ്ങി. ഈ മുളക് ചെടിയുണ്ട്, ഇഷ്ടം പോലെ മുളക് പിടിക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ തുരുതുരാന്ന് മുളക് പിടിക്കാൻ നിങ്ങൾക്ക് ഞാനൊരു സൂത്രപ്പണി പറഞ്ഞുതരാം. ചിലതിൽ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രപ്പണിയാണ്. നിങ്ങൾക്കറിയാം, പൂക്കാനും കായ്ക്കാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രാസവളമാണ് പൊട്ടാഷ്. നമ്മൾ അങ്ങനെ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേഗം മണ്ണിൽ അബ്സോർവ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടാൻ അല്പം താമസിക്കും. അപ്പോൾ ഇതിന് ഞാൻ എന്താ ചെയ്യുന്നത്, പൊട്ടാഷ് കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് ഒരു പ്രാവശ്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് പൊട്ടാഷ്. നിങ്ങൾക്കറിയാം, ഇത് നമുക്ക് രാസവളങ്ങളൊക്കെ വിൽക്കുന്നിടത്ത് നിന്ന് കിട്ടും. പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം 2 ലിറ്റർ വെള്ളം ഞാനിത് എടുത്തിട്ടുണ്ട്. ഏകദേശം 2 ലിറ്റർ വെള്ളമുണ്ട്. എനിക്ക് 3 മൂടേ ഉള്ളൂ. നിങ്ങളുടെ കൈക്ക് ഒരു ചെറിയൊരു പിടി, ഇത്രയും മതിയാകും, കൂടുതലിടരുത്. നമ്മളെ യൂറിയ പോലെ തന്നെ അത് പെട്ടെന്ന് അതിൻ്റെ ചുവട്ടിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ചിലപ്പോൾ ചെടി ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പൊട്ടാഷ് അതെടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇടുക. വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വിടുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളത്തിൻ്റെ കളർ ഒരു ചെറിയൊരു ചുവന്ന കളർ പോലെയാവും, ഒരു ഓറഞ്ച് ചുവപ്പ് കളർ പോലെയാവും. ചെടിയുടെ മൂടെല്ലാം ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ഇളക്കി മണ്ണിളക്കി കൊടുത്തതിന് ശേഷം ഇതിനെ ഒരു കപ്പിലേക്ക് മാറ്റുക. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യണം, ചെടികളുടെ ചുവട്ടിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിക്കുമ്പോൾ ചെടിയുടെ കടഭാഗത്തോട് ചേർന്ന് വീഴും. കടഭാഗം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെടിയുടെ മൂട് ഭാഗത്തോട്ട്, ആ തടിയോട് ചേർന്ന് ഒഴിക്കരുത്. ഇതേ കണക്ക് അല്പം ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ അതിൻ്റെ ചെവിട്ടിൽ ഒഴിക്കാതെ ശ്രദ്ധിക്കുക. നമ്മളപ്പോൾ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ 15 ദിവസം കൂടുന്തോറും, ഒരു മാസത്തിൽ ഒരു 2 പ്രാവശ്യം, ഒരു 15 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേ കണക്ക് നിങ്ങൾ പൊട്ടാഷ് കലക്കി ഇതിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വന്നിട്ട് ഇതിനകത്ത് മുളകില്ലാതെ ഉണ്ടാവില്ല. ഓക്കെ, ബൈ സുഹൃത്തുക്കളെ, എല്ലാവരും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.